ലിസി എന്ന് പറഞ്ഞ ചില സാക്ഷ്യങ്ങളാണ്. ദൈവം ഒന്ന് മനസ്സ് വെച്ചാൽ മതി, ആ സെക്കൻഡിലെ വിഷയം എല്ലാം മാറി മറിയും. ഇപ്പം ലിസി എൻ്റെ അടുത്ത് ഇങ്ങനെ ക്യൂ നിന്നല്ലേ ആൾക്കാർ വരണം. ഒരാൾക്ക് 5 സെക്കൻഡാണ് കിട്ടണത് പ്രാർത്ഥിക്കാൻ, 5 or 10 കിട്ടും ചിലപ്പോൾ. ഇപ്പം ഞാനൊരു വിഷയം പറയും, ടോപ്പ് സീരിയസ് വിഷയം പറയാൻ പറയും. കാര്യം അത് ആ സമയത്ത് ടോപ്പ് സീരിയസ് എന്ന് പറയുമ്പോൾ വളരെ നിറഞ്ഞ അഭിഷേകം നിൽക്കുമ്പോൾ ജസ്റ്റ് അത് കേട്ടാൽ മാത്രം മതി. ഇപ്പം ലിസി ഒരിക്കലും പറയാത്ത കാര്യം, പറയേണ്ടെന്ന് വിചാരിച്ച കാര്യം, മറന്നുപോയ കാര്യമാണ്. ജീവിതത്തിൽ അനുഭവിച്ച് ആ വിഷയം മറന്നുപോയി. അതൊരു കരിഞ്ഞ ഉണങ്ങി കരിഞ്ഞ വടി പോലെയാണ് അമേരിക്കൻ സ്വപ്നം. പക്ഷേ ഇവർ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഉടനെ പറയണ, അച്ഛാ എനിക്ക് മക്കൾക്കും US പോയി വർക്ക് ചെയ്യണമെന്ന്. ദാറ്റ്സ് ഓക്കെ, ബ്ലെസ്സിങ്. അത്രേ ഉള്ളൂ. തീർന്നു, ആ വിഷയം തീർന്നു. ഇത് 18 കൊല്ലമായി ഇതിന് ട്രൈ ചെയ്യണത്. പിന്നെ അത് എടുത്തി, ആ വിഷയം മറന്നുപോയെന്ന്. അങ്ങനെ വിഷയം തനിക്കുള്ള കാര്യം മറന്നുപോയി. അതാണ് കരിഞ്ഞ വടി എന്ന് പറയുന്നത്. പക്ഷേ ഈ ബ്ലെസ്സിങ്ങോടുകൂടി പിറ്റേ ദിവസം ഇവരെന്ത് സംഭവിച്ചെന്നാൽ ആരോ ഇവരോട് പറയണ ഉള്ളിരുന്ന്. അതാണ് പ്രസൻസ് എന്ന് പറയണത്. ഉടമ്പടിയുടെ മെയിൻ സംഭവം പ്രസൻസ് ആണ് കേട്ടോ. നോട്ട് ബൈ മിനിറ്റിൽ ഇത് വർക്ക് ചെയ്യും, ടൈം ഷോർട്ടറിങ് ഉണ്ടാവും, ലൈറ്റ് വെയിറ്റിംഗ് ഉണ്ടാവും. എബവ് ഓൾ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രസൻസ്. ആരോ ഇവിടെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, നീ അമേരിക്കൻ എംബസിക്ക് എഴുതാൻ. അപ്പോൾ ഇവർ അമേരിക്കൻ എംബസിക്ക് എന്ത് എഴുതാനാണ്? എനിക്ക് വിസ തരണമെന്ന്. അവരുടെ വിസ ആപ്ലിക്കേഷൻസ് കിടക്കണ എത്രയാണെന്നറിയാമോ? ചിലപ്പോൾ 10-30 ലക്ഷം പേര് ലോകത്തിൽ നിന്ന് മുഴുവനുമായിട്ട് വിസയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. നോർമൽ പ്രോസസ്സിൽ ഇവർക്ക് കിട്ടാൻ, നോർമൽ പ്രോസസ്സ് ഇവരത് സ്വീകരിക്കണമെങ്കിൽ തന്നെ ഇവർക്ക് കിട്ടാൻ സാധ്യത 27-ലാണ്. ഇവരെന്താ എഴുതണത്? ഞാൻ ഈ രാജ്യത്ത്, നിങ്ങളുടെ രാജ്യത്ത് വന്ന് ജോലി ചെയ്യാൻ വേണ്ടിയാണ് പഠിച്ചത്, പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങൾ എനിക്ക് വിസ തന്നില്ല. അതാണ് ഇമെയിലിൽ അവർ എഴുതണത്. നിർഭാഗ്യവശാൽ. എന്താണ് കാര്യം? എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് വിസ തരുന്നില്ല? രണ്ടാമത്തെ കാര്യം, അപ്പം ഇത് എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് വിസ തരുന്നില്ല എന്നുള്ള ചോദ്യം വിസ തരാനുള്ള മെറിറ്റല്ല, അത് അവരെ പ്രകോപിപ്പിക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവർക്ക് എന്താണ് എഴുതേണ്ടതെന്ന് അറിയത്തില്ല. അതാണ് പ്രശ്നം. എന്താണ് എഴുതേണ്ടതെന്ന് അറിയത്തില്ല. ഒരു സ്റ്റോറി സഞ്ചരിക്കണ വഴി കണ്ടില്ലേ? രണ്ടാമത്തെ വിഷയം, എൻ്റെ കുഞ്ഞിനെ എനിക്ക് US പഠിപ്പിക്കണം. അപ്പം അതും ഒരു വിസ ഇവർക്ക് കൊടുക്കാനുള്ള ന്യായമല്ല. കാനഡയിൽ നിന്ന് കുഞ്ഞിനെ വേണമെങ്കിൽ അവർക്ക് ട്രെയിനുണ്ട്, ട്രെയിനിൽ വിട്ട് ഞാനും കാനഡയുടെയും അമേരിക്കയുടെയും ബോർഡറിൽ പോയതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഇപ്പോൾ നിങ്ങളുടെ നാടും അടുത്ത നാടുമായിട്ട് എങ്ങനെ കിടക്കുന്നു അതുപോലെ കിടക്കുകയാണ്. അപ്പോൾ ട്രംപ് ഇപ്പോൾ വലിയ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. കാര്യം ആൾക്കാർ ചാടി ഇതിനകത്ത് വരാതിരിക്കാൻ വേണ്ടി അവിടെ പട്ടാളക്കാരൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പക്ഷെ എന്നാലും ആൾക്കാർ ഏജൻസിനൊക്കെ ഇട്ട് ചില ഔദ്യോഗികമല്ലാത്ത രീതിയിലൊക്കെ ട്രാഫിക് അവിടെ നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഫോറസ്റ്റ് ഏരിയയിലൊക്കെ നടക്കാറുണ്ട്. അതാണ് അവരങ്ങനെ കുറേ ആൾക്കാരുള്ളതുകൊണ്ടാണ് ട്രംപ് അവർ പോകണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. അവരവർക്ക് കൈയും കാലിക്കൊക്കെ വെച്ച് കെട്ടി വിമാനത്തിൽ പാക്ക് ചെയ്ത് വിടാൻ നമുക്ക് കണ്ടില്ലേ? അതാണ് സംഭവം. ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയയിലൂടെ അകത്ത് കിടക്കുന്ന ആൾക്കാർ ചെയ്യണേ. അപ്പോൾ അപ്പോൾ ഇവരോട് പറഞ്ഞു, നിൻ്റെ മകളെ അവിടെ പഠിപ്പിക്കണമെന്ന് ഇവർ പറയണത്. അവളിപ്പോൾ 12 വയസ്സായി, അവൾക്ക് 1 വയസ്സുള്ളപ്പോൾ ഇതുകൊണ്ട് ഞാനിത് വേണ്ടി ട്രെയിനാണ്. 18 കൊല്ലമായിട്ട് ഇപ്പോൾ എന്നെ എനിക്ക് നിങ്ങളുടെ ഏത് റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഇവർ കെയർലെസ് ആയിട്ട് അവർക്ക് കേട്ട പ്രകോപനം തോന്നുന്ന രീതിയിലും സമാധാനം, അവർക്കതേ അറിയാൻ പാടുള്ളൂ. നിങ്ങൾ എഴുതുന്ന സാധനം നെഗറ്റീവാണ് എഴുതുന്നത്, നിൻ്റെ എഴുതുന്നതിന്. പക്ഷേ അമ്മ ഈ സാധനം എഴുതി വിട്ട് കഴിയുമ്പോൾ നമ്മൾ എഴുതുന്നത് നെഗറ്റീവാണെങ്കിലും ത്രൂ മേരിയാണിത് പോണത്. അത് അമ്മ അത് പോസിറ്റീവാക്കി കളയും. അത് ഭയങ്കര രസമാണ്. അപ്പോൾ എന്ത് വിഷയം എന്ന് പറയണത്, ഇവരിങ്ങനെ 2 കാര്യങ്ങൾ പറഞ്ഞ 2 കാര്യവും ഉടങ്കലി നയങ്ങളാണ്. ഇവർക്ക് വിസ കൊടുക്കാൻ പറ്റിയ ന്യായങ്ങളല്ല. പക്ഷേ പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ എംബസിയിൽ നിന്ന് ഇവർക്കൊരു ഇമെയിൽ വരും, നിങ്ങളുടെ വിസ ഇപ്പോൾ പ്രോസസ്സിങ് ആയെന്ന്.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾക്ക് കേട്ടാൽ ഞെട്ടിപ്പോവും, പക്ഷെ ഞെട്ടേണ്ട കാര്യമില്ല. ഇതാണ് ഉടമ്പടി. ഇതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ടൈം ഷോർട്ടനിങ് എന്നാണ്. 18 കൊല്ലമാണ് വെറും 18 മിനിറ്റായിട്ട് ഷോർട്ട് ചെയ്യണത്. അതാണ് നോട്ട് ബൈ മെറിറ്റ്. ഇവർക്കൊരു മെറിറ്റുമില്ല. മകളെ പഠിപ്പിക്കണം എന്നുള്ളത് മെറിറ്റാണോ? അല്ലെങ്കിൽ ഇവർ ഇത്രയും നാൾ വിസ ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളത് ഡീമെറിറ്റാണ്. നമ്മൾ വിസ പ്രോസസ്സിങ്ങിനൊക്കെ വിസയുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ പാസ്പോർട്ട് നോക്കിയിട്ട് നമ്മുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും രാജ്യത്ത് നമുക്ക് വിസ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഡീമെറിറ്റ് എന്ന് പറയണത്. ഇപ്പോൾ എന്താ പ്രശ്നം? എവിടെ എനിക്ക് ഫ്രാൻസിലെ വിസ പണ്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് മറുപടി പറയണം, എന്തുകൊണ്ടാണ് ഫ്രാൻസിലെ വിസ റിജക്റ്റ് ചെയ്തതെന്ന് പറയണം. അത് ന്യായമായിട്ട് അവർക്ക് തോന്നിയില്ലെങ്കിൽ ഈ വിസ നമുക്ക് തരത്തില്ല. അത് ന്യായം. അപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കര പാടാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇവരോട് ഇവർ പറഞ്ഞിരിക്കണതെല്ലാം നെഗറ്റീവാണ്, മെറിറ്റല്ലെങ്കിലും അമ്മ ത്രൂ മേരി ഇത് വിടുമ്പോൾ റെക്ടിഫൈ ചെയ്തേ വിടത്തുള്ളൂ. ഇതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാം തിരുത്തി പ്രസൻറ്റബിൾ ആക്കിയത്. അമ്മ എന്താണെന്ന് ഇപ്പോഴും എനിക്ക് പിടിയിട്ടില്ല. ഞാൻ അമ്മയെ നേരെ കണ്ടാളെന്നൊക്കെ പറഞ്ഞ് കറക്റ്റാണ്, പക്ഷേ ഇതിലൊക്കെ അമ്മ ആരാണെന്ന് പിടിയിട്ടില്ല. അത്രയ്ക്ക് വേറെ വിഷയമാണ്. ഇത് റീഫോർമാറ്റ് ചെയ്യും നമ്മുടെ കത്തുകൾ. പ്രസൻസിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ ഏത് സ്പെല്ലിങ്ങാണ്, ഏത് സെൻറ്റൻസാണ് എഴുതേണ്ടത്, എന്നിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇത് പ്രസൻറ്റബിൾ ആക്കും. അവർക്ക് ഇവരുടെ ഇത് വായിച്ചപ്പോൾ തന്നെ അവർ പെട്ടെന്ന് എടുത്ത് പ്രോസസ്സിന് കൊടുത്തു, ഗ്രീൻ കാർഡിൻ്റെ പ്രോസസ്സിലേക്ക് കൊടുത്തു. പിന്നെ പെട്ടെന്നാണ് ഇവർക്ക് മെഡിക്കൽ കെയർ നടക്കുന്നത്, ഇൻ്റർവ്യൂ നടക്കുന്നത്, അതിനുശേഷം മെഡിക്കൽ നടക്കും. പെട്ടെന്നല്ല അത് വിട്ടിന്, അതായത് 3-4 കൊല്ലം എടുത്ത് 2-3 കൊല്ലമൊക്കെ എടുത്ത് നടത്തേണ്ട പ്രോസസ്സെല്ലാം ഒരാഴ്ച മെഡിക്കൽ, ഒരാഴ്ച ഇൻ്റർവ്യൂ, അടുത്ത ആഴ്ച മെഡിക്കൽ, പെട്ടെന്നാണത്. അതാണ് ടൈം ഷോർട്ടനിങ് എന്ന് പറയണത്. സമയമായില്ലെന്ന് പറഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ടൈം ആകാത്ത സമയം ചുരുങ്ങി വരും. അതാണ് ടൈം ഷോർട്ടനിങ്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റിങ്, എന്നുവെച്ചാൽ വലിയ ഭാരമുള്ള നടക്കാത്ത കാര്യം, 18 കൊല്ലം നടക്കാത്ത കാര്യം ചുമ്മാ ഇങ്ങനെ തൂല് പോലെ നടക്കും, ലൈറ്റ് വെയ്റ്റിങ് ആയിട്ട് നടക്കും. ഇതല്ല. പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി നമ്മൾ ലൈറ്റ് വെയ്റ്റിങ് ആയിട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? ഇത് എപ്പോഴും നമ്മൾ ഉടമ്പടി എന്നുവെച്ചാൽ ഭാരച്ചുരുക്കത്തിൽ ചെയ്യണം. ഭാരച്ചുരുക്കത്തിൽ ഉടമ്പടി ഭാരച്ചുരുക്കം നമുക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതും ഭാരച്ചുരുക്കത്തിൽ ചെയ്യണം. അപ്പോൾ എങ്ങനെ ഭാരച്ചുരുക്കത്തിൽ ചെയ്യണത്? ഞാൻ പത്രം കൊടുത്ത് അവരും അല്ല എന്നെ തന്തക്ക് വിളിക്കുക, അയ്യോ എന്നാൽ അവർക്ക് കൊടുക്കണ്ട, ഇവർക്ക് കൊടുത്തേക്കാം. അതാണ് ഭാരം എന്ന് പറയണത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വലക്കും പണി കിട്ടണമെന്ന് വെച്ചാൽ പണി എരന്ന് മേടിക്കണതാണ്. നിങ്ങൾ ദൈവത്തിൻ്റെയൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്തിട്ട് കിടന്ന് മോങ്ങണതാണ്. ഇത് ദൈവസ്നേഹമുള്ളവനാണെങ്കിൽ അവൻ ആരാണ്? ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് തോന്നണം. അവൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, പാർട്ടി സെക്രട്ടറി ആണെന്നല്ല തോന്നേണ്ടത്. അവൻ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തം ഈ ഭൂമി വീണിട്ട് 2000 കൊല്ലമായി, ഇന്ന് വരെ വീണ്ടെടുക്കപ്പെടാത്തൊരു വ്യക്തിയാണത്. എൻ്റെ ഉത്തരവാദിത്തമാണ് അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് അവൻ. കൈയടിക്കട്ടെ, ശ്രുതികട. അപ്പോൾ ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയണത് മഹാഭാരം പിടിക്കുന്ന ഒരു സംഭവങ്ങളെ ഈസി ആയിട്ട് ഭാരച്ചുരുക്കം സംഭവിക്കും. പക്ഷേ ഉടമ്പടി ഭാരച്ചുരുക്കം സംഭവിക്കണമെങ്കിൽ എന്തിനാണെന്നാണ് പറയണത്? നിങ്ങൾ ഉടമ്പടി ഭാരച്ചുരുക്കത്തോടെ ചെയ്യണം. അതാണ് വിഷയം. ഭാരച്ചുരുക്കം സംഭവിക്കും, ഭാരം ലഘുവായിട്ട് തോന്നും. പക്ഷെ അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ഉടമ്പടി ഭാരച്ചുരുക്കത്തോടെ ചെയ്യണം. കാര്യം ഇതിനകത്ത് ഭാരം നിങ്ങൾക്കുണ്ടാക്കാവുന്ന കുറേ സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട്. എന്താണത്? ഏറ്റവും ടോപ്പ് 50% മാർക്ക് കവർ ചെയ്യണത് ഈ ഇവാഞ്ചലൈസേഷനെയാണ്. എന്താണ്? ഈശ്വരനെ മറ്റുള്ളവർക്ക് അറിയിക്കുന്നത്. അതെന്താ അറിയിക്കണത്? പത്രത്തിലൂടെയാണ് അറിയിക്കണത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് നിങ്ങൾ പറയണത് ആൾക്കാർക്ക് കൊണ്ട് പൊതിച്ചോറ് കൊടുക്കണതല്ല, പൊതിച്ചോറിൻ്റെ സുവിശേഷമല്ല. അതിനൊക്കെ 5 മാർക്കാണുള്ളത്, അല്ലെങ്കിൽ കൂടിയ 10 മാർക്ക് കിട്ടും. 50 മാർക്ക് വെച്ചിരിക്കണത് എന്തിനാണെന്നറിയാമോ? പത്രത്തിൻ്റെ സുവിശേഷ വിലക്കാണ്. എന്താണ്? അത് പാടാണ്. മഴയത്ത് കൊടുക്കണം. അത് ചിലപ്പോൾ ഇന്ന് മഴയല്ല, മഴ മാറട്ടെ. എടി മകളെ, ഈ ദിവസങ്ങളിൽ മഴയാണല്ലേ എല്ലായിടത്തും. ഇല്ലമ്മ നാളെ മാറും, എന്നാൽ നാളെ കൊടുക്കാൻ പത്രം. ഭാരമായി.
ഭാരമായി. മഴയെങ്കിൽ മഴ, സമയത്തും അസമയത്തും സുവിശേഷ പ്രസംഗിക്കുക. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ MRI ചെയ്യാമെന്ന് പറഞ്ഞു. MRI ചെയ്യാനായിട്ട് അവൾക്ക് മരുന്ന് കൊടുത്തെങ്കിലും അവൾ മയങ്ങിയില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് അവളുടെ ബ്ലഡ് ടെസ്റ്റിലെ റിസൾട്ടിൽ മാറ്റങ്ങൾ വന്നപ്പോൾ അവർ പെട്ടെന്ന് അമൃതയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്ന് MRI ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടി വരും, 3 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 15 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം. അങ്ങനെ മാറ്റിക്കൊണ്ടുപോയി. പിന്നെ അവളെ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുന്ന് മുടക്കാൻ പാടില്ല, ഫാറ്റി ഫുഡൊന്നും അവൾക്ക് കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയായിരുന്നു. ഞങ്ങളങ്ങനെ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പനിയൊന്നും അങ്ങനെ വരുത്താൻ പാടില്ല, ഛർദിയോ വയറുവേദനയോ വന്നാൽ പെട്ടെന്ന് നിങ്ങൾ കാഷ്വാലിറ്റി വന്ന് പെട്ടെന്ന് അഡ്മിറ്റ് ആവണം, അങ്ങനെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ ഓരോ മാസം ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഡിസംബർ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി പറ്റില്ല, എന്തായാലും അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാണ്, അപ്പോൾ സർജറി എന്തായാലും ചെയ്യണം, നിങ്ങൾ പോയി പീഡിയാട്രിക് ഗാസ്ട്രോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞു. കണ്ടപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ അപ്പോൾ പറഞ്ഞു ഇത് മാത്രമല്ല പാൻക്രിയാസും കൂടി അവളുടെ എടുത്ത് കളയണം, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം ഫാറ്റ് കൂടിയിട്ട്, അപ്പോൾ അതും കൂടി ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമമായിരുന്നു. ഞങ്ങളത് ഡേറ്റ് എടുത്തില്ല, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സാക്ഷ്യം കിട്ടുന്നത്. കിഡ്നി മുറിച്ച് മാറ്റാൻ തീരുമാനിച്ചത് ഒരു കുട്ടിയിൽ നടന്ന അത്ഭുതം എന്ന് പറഞ്ഞ്. അത് ഹസ്ബൻഡ് ഞാനും കാണുകയുണ്ടായി. അപ്പോൾ ഞങ്ങളങ്ങനെ കൃപാസനത്തിൽ വന്നു. 2019 ജനുവരി 27 ഞങ്ങളിവിടെ വന്നു. മകൾക്ക് വേണ്ടി നിയോഗം വെച്ചു. ഞങ്ങൾ രണ്ടുപേരും ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തി. കാലത്ത് 7 മണി തൊട്ട് വൈകിട്ട് വരെ ഞങ്ങൾ ജലപാനമില്ലാണ്ട് ഉപവസിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നും അവളുടെ വയറ്റത്ത് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരയ്ക്കുമായിരുന്നു. അത് നേർച്ച വസ്തുക്കൾ അവൾക്ക് ഭക്ഷണത്തിൽ കൂടി നൽകുമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ടും അവൾക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ കൺസീവായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി സർജറി ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ, കുറച്ച് ഇതൊക്കെ കഴിയണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നീട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഡെലിവറി കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും കൊറോണയായി. ഞങ്ങൾ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫാറ്റി ഫുഡൊന്നും കൊടുക്കുന്നുണ്ടായില്ല. ഒരു പനി വന്നാൽ ഞങ്ങൾക്ക് ആകെ വേഗം ടെൻഷനാണ്, വേഗം മരുന്ന് കൊടുക്കും. വല്ലാത്ത ടെൻഷനിൽ കൂടിയായിരുന്നു ഞങ്ങൾ ഈ സമയങ്ങളിലൊക്കെ കടന്നു പോയോണ്ടിരുന്നത്. എങ്ങനെയായിരിക്കും, എന്തെങ്കിലും വരുമോ ഫാറ്റിൻ്റെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾക്കൊന്നും കൊടുക്കാതെയാണ് അവളെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പിന്നെയും വിഷമങ്ങളായി. എന്താണെന്ന് വെച്ചാൽ 2 കുട്ടികൾക്കും എനിക്ക് ഒരുപോലെ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. ഒരു കുട്ടിക്ക് ഞാൻ ഫാറ്റുള്ള ഭക്ഷണങ്ങളോ സ്വീറ്റ്സോ കൊടുക്കുമ്പോൾ ഒരാൾ ഞാൻ അവോയ്ഡ് ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. അപ്പോൾ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു 2 പേർക്കും ഒരുപോലെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതെന്തൊരു സുഖമായിരുന്നു. മാതാവി ഒന്ന് അവളുടെ മാറ്റി എങ്ങനെയെങ്കിലും ഒന്ന് തരണേ. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ഒരു വയറുവേദന വന്നു. വയറുവേദന വന്നപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. ഞങ്ങൾ അടുത്തുള്ള ഒരു സ്കാനിങ് സെൻറ്ററിൽ ചെന്നിട്ട് ഞങ്ങൾ സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്തിനാണ് നിങ്ങളൊരു വയറുവേദനയ്ക്ക് വന്നിട്ട് ഇവിടെ വന്ന് സ്കാൻ ചെയ്യണേ, നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ കാണ്, അത് ചെറിയ എന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾ പോയി കണ്ടേന്ന് പറഞ്ഞു. അത് കണ്ടു, മരുന്ന് കഴിച്ചു. അന്ന് കുഴപ്പമുണ്ടായില്ല. പിറ്റേ ദിവസം അവൾക്ക് കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വയറുവേദനയായി. അപ്പം പിന്നെയും ടെൻഷനായി, ഇതിൻ്റെ എങ്ങാനാണോ പഴയതിൻ്റെ എങ്ങാനാണോ. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരുന്ന് വേഗം വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ഡോക്ടർ ഉണ്ട്. അപ്പോൾ ആ ഡോക്ടർ കണ്ടുവഴി തന്നെ പറഞ്ഞു ഇത് ബോംബൊന്നല്ല പൊട്ടിത്തെറിക്കാനായിട്ട്, ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിച്ചാൽ എങ്ങനെ ശരിയാവാ. അപ്പം അന്ന് തൊട്ട് ഞാൻ വിചാരിച്ചു ഇനി മാതാവിന് ഞാൻ വിട്ടുകൊടുത്തു. ഇനി ഞാൻ എല്ലാ സാധനവും കൊടുക്കാൻ പോവാ. ഒരു ഫാറ്റ് ഉള്ളതൊന്നും കൊടുക്കാതിരിക്കണില്ല, എല്ലാം ഞാൻ കൊടുക്കും. ഇനി മെഡിസിനും കൊടുക്കണില്ല. അങ്ങനെ 2 നേരം ഞാൻ മെഡിസിൻ കൊടുത്തോണ്ടിരുന്നത് അതും നിർത്തി. പിന്നെ അവൾക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എന്താണ് ചിപ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവളുടെ ആവശ്യം പോലെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ എല്ലാം കൊടുക്കുന്നുണ്ട്. ഫാറ്റി ഫുഡും കൊടുക്കുന്നുണ്ട്,
മെഡിസിനൊന്നും കൊടുക്കണില്ല. ഇതുവരെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അവൾ ഭക്ഷണം ഒട്ടും തീരെ കഴിക്കില്ലായിരുന്നു. വല്ലാത്ത വെറുപ്പായിരുന്നു അവൾക്ക്. ഒട്ടും തീരെ കഴിക്കാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അതൊക്കെ കുറച്ച് ഇപ്പം കുഴപ്പമില്ലാണ്ടിരുന്നു. പിന്നെ ഇവൾക്ക് ചുമ വരുമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം. എന്നും ചുമയാണ്. ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ചുമ നിൽക്കില്ല. രാത്രിയാണ് ചുമ കൂടുതലാണ്. ചുമച്ച് 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 നമുക്ക് കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരും. പിന്നെ രാത്രി ക്ലാസ്സിൽ പോയി കഴിഞ്ഞ് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും ചുമ. ഈ ചുമ നിൽക്കില്ല. പല ഡോക്ടർമാരെയും കാണിച്ചു, ചുമച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കാശ് രൂപ ഞാൻ കഴുത്തിലിട്ട് കൊടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ വട്ടം പനി വന്നെങ്കിലും ചുമ വന്ന് പെട്ടെന്ന് അത് മാറി കിട്ടി. അല്ലെങ്കിൽ മെഡിസിൻ കൊടുത്താലും അത് മാറുകയില്ലായിരുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ബ്രദറ് കൊറോണ സമയമായപ്പോൾ അവൻ ജോലി നിർത്തി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടി നല്ല ജോലിക്ക് പോവാം, ഇനി അത് മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു, 2 മാസം കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ അവനങ്ങ് ജോലിക്ക് പോകാനുള്ളൊരു ഇഷ്ടമില്ലാത്ത പോലെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ പ്രാർത്ഥിച്ച് പോയി. പിറ്റേ മാസം അവൻ അവിടെ ചെന്ന് തന്നെ അവൻ ജോലിക്ക് കയറി. അപ്പോൾ അവന് നേർച്ച വസ്തുക്കൾ അവൻ്റെ ഭക്ഷണത്തിൽ കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2.5 വർഷമായിട്ട് പിന്നെ അവൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. നേർച്ച വസ്തുക്കൾ അവൻ്റെ ഭക്ഷണത്തിൽ കൂടെ കൊടുത്തു. പിന്നെ കാശ് രൂപ അവൻ്റെ തലോണയുടെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് ജോലിക്ക് പോകണു. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വീട് ഒന്ന് ഇത്തിരി ഒരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് പുതുക്കണം എന്നുണ്ടായിരുന്നു. അത് ഞാൻ കുറേ നാളായിട്ടുള്ള ഒരു 3-4 വർഷമായിട്ടുള്ള അതായിരുന്നു. പക്ഷെ ഞങ്ങളത് ചെയ്യാനുണ്ടായില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം അത് പണി പൂർത്തീകരിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പേര് അനു. കണ്ണൂർ ഉളിക്കൽ നിന്നാണ് ഞാൻ വരുന്നത്. ഉണ്ണീശോ ഇടവക അംഗമാണ്. ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ ഒരുക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 31/5/2022 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ആദ്യമായി ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒത്തിരി ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വരാനായിട്ടുള്ള സാഹചര്യം എല്ലാവരെയും പോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നു. ഞങ്ങൾക്ക് കോൾഡ് സ്റ്റോറേജ്, അതായത് ഇറച്ചിക്കടയായിരുന്നു ഞങ്ങളുടെ സാമ്പത്തിക മേഖലയായിട്ട് അതായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. എൻ്റെ ജീവിത പങ്കാളി 3 കടകളുണ്ട്. ജീവിത പങ്കാളിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ കടകളിലും ഓരോ സ്റ്റാഫ് വീതമുണ്ട്. കടകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഭവന നിർമ്മാണത്തിൻ്റെ പണി തുടങ്ങിയത്. അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ക്യാഷ് ഞങ്ങൾ കടയിൽ നിന്ന് വീട് പണിയിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. ഒരു തരത്തിലും ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിച്ച്, ഓരോ ദിവസവും വിഷമിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. അത്രമാത്രം മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മിയുടെ ഒരു കൂട്ടുകാരി കൃപാസനത്തിലേക്ക് വരുന്ന ഒരു വണ്ടിയുടെ നമ്പർ എനിക്ക് വാട്സപ്പ് ചെയ്ത് തരുന്നത്. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരും അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. അതിന് പ്രകാരം എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, അപ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മ സാധിച്ചു തരുമെന്ന് പറഞ്ഞു. കൃപാസനത്തിൽ വരാനായിട്ട് 2 വർഷം മുന്നേ ഞാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ 2022 അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. 2022 മെയ് 31 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വരാനായിട്ട് ഞാൻ ഒരുങ്ങുമ്പോൾ ജീവിത പങ്കാളിയോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഉടമ്പടി എടുത്താലോ? അപ്പോൾ പറഞ്ഞു, എനിക്ക് പറ്റിയല്ല, നീ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും എനിക്കറിയത്തില്ല, ഉടമ്പടി എന്താണെന്നോ എന്തോ. പക്ഷെ എല്ലാവരും പറഞ്ഞു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അത് ഉണ്ടാകും, അത് നടക്കുമെന്നുള്ളൊരു വിശ്വാസം എല്ലാവരും പറയുമ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിവിടെ വന്നത്.
കണ്ണൂരിൽ നിന്ന് വരുന്ന ഇരിട്ടി ചെറുപുഴ കൂടി വരുന്ന പ്രാർത്ഥന ട്രാവൽസ് വിനീഷേട്ടൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്നത്. സീറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ജീവിതപങ്കാളിയും കൂടെ വന്നായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനു മുന്നേ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഞായറാഴ്ച മാത്രമേ പങ്കെടുത്തിട്ട് ഇരുന്നുള്ളൂ. അപ്പം മമ്മി എപ്പോഴും പറയായിരുന്നു, സമയമുണ്ടെങ്കിൽ നമുക്ക് കുർബാന കൂടാൻ വേണ്ടി പോകാം. അപ്പം ഞാൻ പറയും, മമ്മി പിള്ളേരെ സ്കൂളിൽ വിടേണ്ടതല്ലേ, അപ്പോൾ എന്തെങ്കിലും ഞാൻ മുടന്ന ന്യായം പറഞ്ഞിട്ട് ഞാൻ പോകാറില്ലായിരുന്നു. ഞാനൊരു ഇരിട്ടിയിലൊരു ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ വീട്ടിലെ പണിയൊക്കെ തീർത്ത് പോകേണ്ടത് കൊണ്ട് ഞാൻ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോയിട്ടില്ല. ഞായറാഴ്ച മാത്രം വിശുദ്ധ ബലി പങ്കെടുത്തിരുന്ന ഒരാളാണ്. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും ആ ഒരു ഒരുക്കത്തോടു കൂടി ബൈബിള് വായന, അതുപോലെ കൃപാസന പത്രം കൊടുക്കൽ, മറ്റുള്ളവരുടെ രോഗികളെ കാണാൻ പോലെ മറ്റുള്ളവർക്ക് ഈശോയെക്കുറിച്ച് പറയാനുള്ള സാഹചര്യങ്ങൾ, എനിക്കറിയില്ല എന്തുമാത്രം ആൾക്കാർ ബിനീഷേട്ടൻ്റെ കൂട്ടത്തിൽ ഇവിടെ എത്തുമ്പോഴേ എനിക്കും അതിലൊരു അംഗമാകാനായിട്ട് മാതാവ് എന്നെ തിരഞ്ഞെടുത്തു. കാരണം ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് മക്കളെ എനിക്കിവിടെ എത്തിക്കാനായിട്ട് പറ്റി. കാരണം ഞാൻ ഇരിട്ടിയിൽ വർക്ക് ചെയ്യുമ്പോൾ കടയിലിരിക്കുമ്പം ഒത്തിരി മക്കൾ എനിക്കറിയാത്തവർ തന്നെയാണ്, ചേച്ചിമാരൊക്കെ വന്നിട്ട് എന്നോട് സങ്കടങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട, ഞാൻ കൃപാസന പത്രം അവർക്ക് കൊടുത്തിട്ട് പറയും, ചേച്ചി ഇത് വായിക്ക്, ചേച്ചിയുടെ ജീവിതത്തിൽ മാതാവ് ഇടപെടും, ചേച്ചി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് പത്രം കൊടുത്തു വിടും. ഒരാഴ്ച കഴിയുമ്പോൾ ചേച്ചി വന്നിട്ട് പറയും, മോളെ എനിക്കും കൃപാസനത്തിൽ വരണം, മോള് സീറ്റൊന്ന് ബുക്ക് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഒരുപാട് പേർക്ക് ഇവിടെ വരാനായിട്ട് മാതാവ് എന്നെ ഒരു ഉപകരണമാക്കിയതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ അമ്മ ഇടപെട്ടത് 4ാമത് ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ്. 4ാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം, അതായത് ഞങ്ങൾക്ക് കടബാധ്യതയിൽ ഒത്തിരി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ കുറച്ച് സ്ഥലം വിൽക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അത് കൊറോണയ്ക്ക് മുന്നേ ഇട്ടിരുന്ന സ്ഥലം, അതായത് കിൻഫ്ര എന്നുള്ള കമ്പനി, അത് മട്ടന്നൂർ എയർപോർട്ടിന് അടുത്തുള്ളൊരു സ്ഥലമാണ്. കിൻഫ്ര എന്നുള്ള കമ്പനി ആ സ്ഥലം ഏറ്റെടുക്കാൻ പോകും. അപ്പം ഞങ്ങളുടെ സാമ്പത്തിക വിഷമങ്ങളെല്ലാം മാറും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ചിരുന്നത്. പക്ഷെ 4 വട്ടം പുതുക്കിയിട്ടും അതിന് ചെറിയ ചെറിയ അനക്കമല്ലാതെ അതൊരു പൂർത്തീകരണം വരുന്നുണ്ടായിരുന്നില്ല. മാർച്ച് 10-ാം തീയതി അവർ വിളിച്ചിട്ട് വീട്ടിലെ അച്ഛനോട് പറഞ്ഞു, നിങ്ങളുടെ ആധാരം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആധാരം ബാങ്കിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് എടുക്കാൻ ഒരു 10 ലക്ഷം രൂപ അടച്ചെങ്കിൽ മാത്രമേ ആധാരം എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ 10 ലക്ഷം രൂപ അച്ഛന് കൊടുത്തു. അച്ഛനത് ബാങ്കിൽ കൊണ്ടുപോയി അടച്ചു, ആധാരം എടുത്തു, ഈ കിൻഫ്ര അവരുടെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അത് കൊടുത്തു. അതിനുശേഷം അവിടെ നിന്നൊരു വെള്ള ഒരു സ്ലിപ്പ് മാത്രം തന്നു. മെയ് 15 ആകുമ്പോഴേക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് വരുമെന്ന് പറഞ്ഞു. പക്ഷേ മെയ് 15 കഴിഞ്ഞു, 30 കഴിഞ്ഞു, ജൂൺ 1 ആയി കഴിഞ്ഞിട്ടും ഒരു മാറ്റവും കണ്ടില്ല. അപ്പോൾ ആകെപ്പാടെ വിഷമിച്ചു. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഒത്തിരി താമസിക്കുമെന്നാണ് പറഞ്ഞേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ അങ്ങനെ സംഭവിക്കില്ല, ഞാനിപ്പോൾ 4ാമത് പുതുക്കിയപ്പോഴും ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അമ്മ ഒരിക്കലും വിഷമിക്കേണ്ട, അങ്ങനെ നീണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ അങ്ങനെ ഒന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ കടയിൽ നിന്ന് വീട്ടിലെത്തി. രാത്രി എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഞാൻ വചനം വായിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. കാരണം ഏകാഗ്രതയിൽ ഇരുന്ന് വചനം വായിക്കുമ്പോഴാണല്ലോ കൂടുതൽ ദൈവികമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നത്. അപ്പം ഞാനിങ്ങനെ വചനം ചങ്കോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം അല്ലെങ്കിൽ എന്നോട് അവിടെ നിന്ന് സംസാരിക്കണം. കാരണം ഞാൻ 1 വർഷമായി പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും കാരുണ്യ പ്രവൃത്തികളും പത്രവിതരണം മറ്റുള്ളവരെ സഹായിക്കൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അമ്മ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഒന്ന് ഇടപെടണം, ഈശോയോട് ഒന്ന് പറഞ്ഞ് ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. ഞാൻ ഇങ്ങനെ കരഞ്ഞ് ബൈബിൾ ചങ്കോട് വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ വചനം തുറന്നപ്പോൾ കിട്ടിയത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26-ാം തിരുവചനമാണ്. യേശു പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണെങ്കിൽ ദൈവത്തിന് ഇത് സാധ്യമാണ്. ആ വചനം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന ഒരു സന്തോഷം,
ഞാൻ ഒത്തിരി നേരം കരഞ്ഞു. കാരണം ഈശോ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഓർത്തിട്ട്. കാരണം ഞാൻ എന്തെല്ലാം വചനങ്ങൾ തരാം, പക്ഷേ എനിക്ക് പോസിറ്റീവായിട്ടുള്ള വചനം കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് ഞാൻ ഇനിയൊരു ടെൻഷനൊന്നും അടിക്കൂല, എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരും, പ്രത്യാശയോട് കാത്തിരുന്നു. പിറ്റേന്ന് ഞാൻ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ വളരെ വിഷമത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിക്കുന്നേ, ഈശോ ഇടപെടും, അമ്മ ഒരു തരത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്, അമ്മ പറ്റുമ്പോഴൊക്കെ അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എനിക്ക് നിന്നെ കാണാൻ വല്ലാതെ ഓർമ്മയാവുന്നു, എനിക്കൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പം ഞാൻ അന്നേരം ഓർത്ത്, ദൈവമേ അന്ന് അമ്മയ്ക്ക് അങ്ങനെ ഒരു വിഷമം വന്നാലോ എന്ന് ഓർത്ത് ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, ചേട്ടായി അമ്മ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഏതായാലും പോകാൻ പറ്റില്ല, നാളെ പോകാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ കടയിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുക. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷത്തിലിരിക്കുക. അപ്പം ഞാനോർത്ത് എന്നെ കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ്. അപ്പം പറഞ്ഞു, ക്യാഷ് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്,